ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രേക്കർ. ഞാൻ ശരണ്യ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICDS സൂപ്പർവൈസറുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന സൈക്കോളജിയാണ്. 2020 നടത്തിയ എക്സാം ആയിരുന്നു. അതിലെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അപ്പോൾ നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അത്തരം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊസീജിയറൽ മെമ്മറി ഈസ് അതർവൈസ് നോൺ ആസ് എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി. എന്താണ് പ്രൊസീജിയറൽ മെമ്മറി? അതർവൈസ് ഇസ് നോൺ ആസ് പ്രൊസീജിയറൽ മെമ്മറി. നമുക്ക് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ആ ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെയും നമുക്കൊരു കാര്യം ഓർത്തിരിക്കാൻ പറ്റും അല്ലേ? അത്തരം മെമ്മറിയാണ് നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഒരു ബൈസിക്കിൾ ഓടിക്കുന്നത് എങ്ങനെ, ഒരു ബൈക്ക് ഓടിക്കുന്നത് എങ്ങനെ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് എന്ത് ചെയ്യും, ഓർത്തിരിക്കും അല്ലേ? അത്തരം മെമ്മറിയാണ് നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊസീജിയറൽ മെമ്മറി എന്തിൻ്റെ പാർട്ടാണ്? ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ പാർട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറിയാണ്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും പ്രീവിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? ഇംപ്ലിസിറ്റ് മെമ്മറി എന്നതിൽ പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഭാഗമാണ് ഇത് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ സൈക്കോളജിയിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് സ്കൂൾ ഓഫ് സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വില്യം വൂൺ founded the first laboratory of psychology in Germany in the year. വില്യം വൂണ്ട് സൈക്കോളജിയുടെ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 1879 ആണോ, 1897 ആണോ, 1789 ആണോ, 1779 ഏത് വർഷമാണ് വില്യം വൂണ്ട്? ഓപ്ഷൻ എ ആണ് 1779. ജർമ്മനിയിലെ ലിപ്സിംഗ് സർവകലാശാലയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം സൈക്കോളജി ആദ്യത്തെ ലബോറട്ടറി അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ വില്യം വൂണ്ടിനെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? അദ്ദേഹം ഏതിൻ്റെ ഫാദറാണ്? ഫാദർ ഓഫ് സ്ട്രക്ചറലിസം അല്ലെ? സ്ട്രക്ചറലിസത്തിന്റെ ഫാദറാണ് ആര്? അദ്ദേഹം വില്യം വൂണ്ട് എന്ന് പറയുന്നത്. അതേപോലെ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? വില്യം വൂണ്ട് തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ്, നമ്മൾ ഒരാളെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ മെത്തേഡ് ഉപയോഗിക്കുമല്ലോ അല്ലെ? അതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആര് തന്നെയാണ്? വില്യം വൂണ്ട് തന്നെയാണ്. അപ്പോൾ വില്യം വൂണ്ട് എന്താണ്? വില്യം വൂണ്ട് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നു, സ്ട്രക്ചറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, അതേപോലെ തന്നെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സർവകലാശാല അദ്ദേഹം സ്ഥാപിച്ചത്, ലബോറട്ടറി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1879. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആരാണ്? നിങ്ങൾക്ക് അറിയാമെന്ന് ഓർത്ത് നോക്കിയേ. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ? നമ്മുടെ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് കുറേ തിയറീസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്തറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നത്. അതും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റലിജൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു പ്രപ്പോസ്ഡ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? ആരാണ് ട്രയാർക്കിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ആരാണ്? ഓപ്ഷൻ സി ആണ്, സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ടിച്ച്നർ വാസ് അസോസിയേറ്റഡ് വിത്ത്. ഈ ഒരു ഭാഗവും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുന്ന ചോദ്യം തന്നെയാണ്. ടിച്ച്നർ വാസ് അസോസിയേറ്റഡ് വിത്ത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയിലാണ്? സ്ട്രക്ചറലിസം ആണോ, ഫങ്ഷണലിസം ആണോ, ബിഹേവിയറിസം ആണോ, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആണോ? ആരാണ് ടിച്ച്നർ എന്ന് പറഞ്ഞാൽ? ഫങ്ഷണലിസ്റ്റ് ആണ്. ഓക്കെ, ആരാണ്? ഫങ്ഷണലിസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ടിച്ച്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്കൂൾ ഓഫ് സൈക്കോളജിയിലും ആരൊക്കെ വരുന്നുണ്ട്? സ്ട്രക്ചറലിസത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? ബിഹേവിയറിസിൽ ആരൊക്കെ വരുന്നുണ്ട്? ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അത് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്? അതിൽ ആരുടെയൊക്കെ തിയറിയാണുള്ളത്? ഒന്നും എന്ത് ചെയ്യുക, ഒരു നോട്ട് പോലെ എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസ് ഈസ് കോൾഡ്. ഓപ്പൺ പ്ലേസിലുള്ള പേടി എന്താണ് നമ്മൾ പറയുക? ഏതാണ്? ഓപ്ഷൻ എ ആണ്, അഗ്രോഫോബിയ. ഓപ്ഷൻ എ അഗ്രോഫോബിയ ആണ് എന്ത്? നമ്മൾ ഓപ്പൺ പ്ലേസിലുള്ള ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രോസോപാഗ്നോസിയ ഇസ് ദ ഇന്നബിലിറ്റി ടു ഡിറ്റക്ട് ഫെമിലിയർ ഫേസ്. ഫെമിലിയർ ഫേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോബ്ലത്തിന്, ഇന്നബിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണിത് പാഗ്നോസിയ എന്ന് പറയുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സൗണ്ട് ആണോ അല്ലെ? ഒരേപോലുള്ള സൗണ്ട് കേട്ടാ അറിയാത്തതാണോ? പ്ലേസ് ആണോ? ഒബ്ജക്റ്റ് ആണോ? ഫേസ് ആണോ? ഇവിടെ ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫേസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, our tendency to think of using object only as they have been used in the past. Option A, schema, mental set, functional fixedness,
അനലോഗി, അതായത് നമ്മളൊരു ടെൻഡൻസി, എന്താണ് ടെൻഡൻസി? ടു തിങ്ക് ഓഫ് യൂസിങ് ഒബ്ജക്റ്റ് ഓൺലി ആസ് ദേ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാനുള്ള നമ്മളൊരു ടെൻഡൻസി, അല്ലേ? നിങ്ങൾ ചില കമ്പനികളിൽ കാണാം, അവർക്ക് എന്ത് വേണം? എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണം, അല്ലേ? അതെന്തുകൊണ്ടാണ്? അവർക്ക് അതിലാണ് അവർക്ക് ഒന്നുകൂടെ താല്പര്യം. ഒരു ടെൻഡൻസിയാണ് ടു തിങ്ക് യൂസിങ് ഒബ്ജക്റ്റ് ഓൺലി ദേ ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഉപയോഗിച്ച കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇതിനെ പറയുന്ന ഒരു പേരാണ് എന്ത്? ഓപ്ഷൻ സി ആണ്, ഫങ്ഷണൽ ഫിക്സഡ്നെസ്. നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു, അല്ലെ? ഇതായാലും ശരിയാവുള്ളൂ, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുന്നതുകൊണ്ടാണല്ലോ, അല്ലേ? അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. അടുത്തത്, ടൈപ്പ് ഓഫ് തിങ്കിങ് ഇൻ വിച്ച് എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം വൺ പോയിന്റ് ആൻഡ് comes up with many different ideas and possibilities based on that point. എന്താണ് ടൈപ്പ് ഓഫ് തിങ്കിങ്? ടൈപ്പ് ഓഫ് തിങ്കിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇൻ വിച്ച് പേഴ്സൺ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓക്കെ? ഒരു പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മെനി ഡിഫറെന്റ് ഐഡിയാസ് വരുന്നു, ഓക്കെ? മെനി ഡിഫറെന്റ് ഐഡിയാസ് വരുന്നു. ഈ ഒരു ടൈപ്പ് തിങ്കിങ്ങിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണോ? കൺവേർജന്റ് തിങ്കിങ് ആണോ? ക്രിയേറ്റിവിറ്റി ആണോ? ഇൻസൈറ്റ് ആണോ? എന്താണ്? ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡൈവേർജ്. അതായത് ഡൈവേർജൻ്റ് ആയിട്ട്, അല്ലേ? വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, ഡൈവേർജൻ്റ് ആയിട്ട് ചിന്തിക്കുക, ഓക്കെ? അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്, ഓക്കെ? ഇനി ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യത്തിൽ നിന്ന് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെ? പുതിയ ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുക, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെ? അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് തിങ്കിങ് ആയിരിക്കും കൂടുതൽ? ഡൈവേർഷൻ തിങ്കിങ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ക്രിയേറ്റീവ് പേഴ്സൺ എന്തായിരിക്കും? എപ്പോഴും ഒരു സൊല്യൂഷൻ എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുക, അല്ലെ? അവർ വ്യത്യസ്തമായ മാർഗ്ഗങ്ങളിൽ കൂടെ ആൻസറിലെത്താൻ ശ്രമിക്കും. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഡൈവേർഷൻ തിങ്കിങ് ആയിരിക്കും അവരുടെ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്ത് വയ്ക്കണേ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്? എന്താണ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി അറിയാൻ വേണ്ടി, അതായത് ഒരു വ്യക്തിയെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഇത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്, ഓക്കെ? നമുക്കറിയില്ല എന്താണ് ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല, അല്ലേ? അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ഇത് പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ പ്രൊജക്റ്റീവ് മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോഷ സിങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ആണോ? WAIS ആണോ? സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ആണോ? ടാറ്റ് ആണോ? ഏതാണ് പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലാത്തത്? ഓക്കെ, ഇവിടെ പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലാത്തത് WAIS ആണ്. ഇതെന്താണ്? ഒരു ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ആണ്, ഓക്കെ? ഇതെന്താണ്? ഒരു ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ആണ്. ബാക്കിയൊക്കെ തന്നിരിക്കുന്ന ബാക്കിയൊക്കെ എന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാം. ഈ ഒരു ടെക്നിക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഇവിടെ ജസ്റ്റ് റോഷ സിംഗിൾവേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പേപ്പർ എടുക്കുന്നു, അതിൽ നമ്മളിങ്ങനെ മഷി കുടയുന്നു, ഓക്കെ? പണ്ടത്തെ പെന്നില്ലേ, ആ രീതിയിൽ നമ്മൾ ആ പേപ്പറിലേക്ക് ഇങ്ങനെ മഷി കുടഞ്ഞിട്ട് അത് നമ്മൾ അടയ്ക്കുന്നു. അതായത് ആ പേപ്പർ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പല രൂപത്തിൽ പല ചിത്രങ്ങളായിരിക്കും നമുക്ക് കാണുന്നത്, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ആരെയാണോ, ആരുടെ പേഴ്സണാലിറ്റി ആണോ നമുക്ക് അറിയേണ്ടത്, ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കും, ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഓക്കെ? അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണോ, അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങൾ എന്താണോ, അതിനനുസരിച്ചായിരിക്കും റെസ്പോൺസ് വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നോർമൽ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അൺകോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇതാണ് സിമ്പിളായിട്ട് റോഷ സിംഗുലർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെയാണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അതായത് സെൻറ്റൻസ് നമ്മൾ നിർത്തും, ബാക്കി അവരോട് എന്ത് ചെയ്യാൻ പറയും? കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അപ്പോൾ അവരുടെ മനോഭാവം അനുസരിച്ചിരിക്കും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ അത്തരത്തിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് ഇത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളെ കഴിഞ്ഞ എക്സാം 2020 ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതേ രീതിയിലാണ് സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഐഡിയ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനനുസരിച്ച് വേണം നിങ്ങളെ പഠനം മാറ്റാൻ വേണ്ടിയിട്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആ ഒരു കണ്ടന്റ് ഏരിയയിൽ എന്തൊക്കെ എനിക്ക് പഠിക്കണം, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ ഏകദേശം വന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ്. കോമ്പറ്റീഷൻ കുറവാണ്, അല്ലേ? ഇവിടെ എന്താണ് വനിതകൾക്ക് മാത്രം, അല്ലേ? പെൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എവിടെയൊക്കെ ഡിഗ്രി വേണം? ഡിഗ്രി സൈക്കോളജിയിലെ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ സർട്ടിഫിക്കറ്റും, അല്ലെങ്കിൽ എന്താണ് MSW BSW ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനാ ഡിഗ്രി വേണ്ടത്? ഹോം സയൻസിലെ ഡിഗ്രി. അങ്ങനെയൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ കൂടെ വേണ്ടത് പ്രീ പ്രൈമറി ടീച്ചർ സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് എങ്കിൽ നിങ്ങൾ ആ ചാൻസ് മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ തുടങ്ങുക. സൈക്കോളജി നമുക്ക് ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ടോപ്പിക്കും വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്